ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി ഒരു ബോക്സ് ഒട്ടിച്ചേർക്കലാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കസിൻ തന്നതാണ്. ഞാൻ ലാസ്റ്റ് പറയാനുള്ള പേര് ഞാൻ ലാസ്റ്റ് ആയിട്ട് നമുക്ക് തുറന്നൊക്കെ എനിക്ക് ആവശ്യമായിട്ട് കഴിയുക ഗൈസ്. അതുകൊണ്ടാണ് കിട്ടിയത് വെച്ച് തന്നെ ആള് സ്വന്തമായിട്ട് മേക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ വെക്കേഷൻ വന്നപ്പോൾ എനിക്ക് തന്നാണ്. ഞാനത് ഓപ്പൺ ചെയ്യാൻ കുറച്ച് ഇട്ടു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കുറച്ചധികം സാധനങ്ങളുണ്ട്. ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്താം. ഫസ്റ്റ് ഒരു യൂണിക്കോൺ പെൻ, പിന്നെ ഇതേപോലെ ബാക്കിലൊരു സിസർ വരുന്ന ഒരു കുഞ്ഞ് പെൻ, വീണ്ടും പെൻ, പിന്നെ ഒരു വീണ്ടും പെൻ, മൾട്ടി കളർ പെന്നാണ്. പിന്നെ കുറച്ച് മുത്തും ഇങ്ങനത്തെയൊക്കെ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള സ്റ്റേഷനറീസ് ആണ്. പിന്നെ വീണ്ടും മറ്റേ ട്യൂബ് മാറ്റുന്നത്, വീണ്ടും പെൻസിൽ, ഒരു കുഞ്ഞൻ ഹാമ്പറാണ് കേട്ടോ അവൾ എനിക്ക് തന്നുള്ളത്. വീണ്ടും യൂണിക്കോൺ, പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ജേർണൽ ഡയറി. ഇത് അവൾ തന്നെ മേക്ക് ചെയ്തതാണേ. ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടെന്ന്. കുഴപ്പമില്ലയെന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് ആളുടെ ഡയറി കേട്ടോ. ആൾ ചെയ്തതാണ്. ആൾ ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാണുവാൻ മനസ്സിലായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത സാധനം കാണാം. അടുത്തതിലും കുറേ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആളെന്നെ ഉണ്ടാക്കിയൊരു പെന്നാണ് കേട്ടോ. അത് നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള പെന്നാണ്. ഇത് ഞാൻ പൊട്ടിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ടൈം ഉണ്ടാകുന്നില്ല കേട്ടോ. അടുത്തത് ഇത് എന്താണാവോ, നമുക്ക് ഓപ്പൺ ചെയ്യണം. സിസർ ആവേശമായതുകൊണ്ട് തന്നെ വേഗം ഉള്ള പൊട്ടിക്കലൊക്കെയാണ് കേട്ടോ. എന്തൊക്കെയുണ്ട്, എന്തോ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പതുക്കെ. ഗൈസ്, ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ്. ഇതെൻ്റെ തോനെ ഉണ്ടെങ്കിലും ആളെനിക്ക് തന്നു. താങ്ക് യു. ആരാന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. വന്നോട്ടെ, എന്നെ തന്നെ എൻ്റെ കയ്യിൽ ചേച്ചി ഇത് തുറന്നോ എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. കുറച്ചധികം സ്റ്റിക്കേഴ്സ് ഉണ്ട് ഇതിൽ. എന്തോരം. എനിക്ക് പിന്നെ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് കുറച്ച് പ്രാന്താണ്. എത്ര വേണമെങ്കിലും വാങ്ങിച്ചു വയ്ക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് നീക്കി വയ്ക്കണ്ടേ. നമുക്ക് അടുത്ത പെട്ടി കാണാം. രണ്ട് മൂന്ന് എംബലപ്പുണ്ട്. എംബലപ്പ്, പിന്നെ വീണ്ടും ക്യൂട്ടായിട്ടുള്ളത് കട്ട് പേപ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ക്യൂട്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ, ലാസ്റ്റ് കാണിച്ചു തരാം എല്ലാ സാധനങ്ങളും. അത് മാത്രമല്ല ഇങ്ങനത്തെയും കുറച്ചെണ്ണം ഉണ്ട്. പിന്നെ കുറച്ച് ഹലോ കിറ്റി ഇല്ലേ, അതുമുണ്ട്. പിന്നെ യൂണിക്കോൺ, ഫ്രോസൺ അങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ വീണ്ടും ക്യൂട്ടായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ 2 ബാർബീൻ്റെ നെയിം സ്ലിപ്പ് ഉണ്ട്. പിന്നെ അതൊരു ഗിഫ്റ്റാണ്, അവൾ തന്നെ മേക്ക് ചെയ്തതാണ് കേട്ടോ. ഞാൻ തുറക്കാം. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. സോ ലാസ്റ്റ് ഫൈനലി ഇത് കണ്ടില്ലേ, ഇത് പ്രിൻ്റഡ് സ്റ്റിക്കറാണ് കേട്ടോ. അല്ല, നമ്മൾ പ്രിൻ്റില്ലേ അതാണ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ച സ്റ്റിക്കറാണെന്നാണ് കേട്ടോ. ഇത് പ്രിൻ്റ് എടുത്തത് അവൾ അയച്ചെന്നാണ് കേട്ടോ. എനിക്ക് ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നാണ്. അങ്ങനത്തെ തന്നെ 3 ഷീറ്റ്. ജേണൽ കേട്ടോ.
വീണ്ടും സ്റ്റാമ്പ്. എല്ലാം കൂടി ഉത്സവമാണ്. പിന്നെ കുറച്ച് സ്മൈലീസ്, ക്യൂട്ടായിട്ടുള്ള സ്മൈലീസ്. ഫൈനലി ഞാൻ പ്രതീക്ഷിച്ച അവൾ എനിക്കുണ്ടാക്കുന്ന സംഭവമാണ് ഇത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ലോണം എനിക്കിഷ്ടപ്പെട്ടു ഇത്. അവളെനിക്ക് ഫസ്റ്റ് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഒരു ഹാമ്പർ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഇതാണ് ഫേവറേറ്റ്. നെക്സ്റ്റ് വീണ്ടും യൂണിക്കോൺ. ഞാനൊരു യൂണിക്കോൺ ലവറാണ് കേട്ടോ, അതുകൊണ്ടാണ് അവൾ യൂണിക്കോൺ തന്നെ. ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞൻ ബുക്കുണ്ട്. എനിക്കിവിടെ ബുക്ക് കളക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ബഡ്സ് ഉണ്ട്, എങ്ങനെയാണോ എന്നാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ സാധനങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അല്ല, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. സ്റ്റിക്കേഴ്സാണ് കുറച്ചും കൂടി കൂടുതൽ. അപ്പോൾ ബൈ ഗൈസ്, നമുക്ക് നാളെ കാണാം. നമ്മൾ ഈ സംഭവം പൊട്ടിക്കാൻ മറന്നു. അപ്പോൾ ആൾ നല്ല കവറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല പാക്കിംഗ് ഉള്ള സംഭവമാണ്. കണ്ടില്ലേ, ഉള്ളിലൊക്കെ പാക്ക് ചെയ്ത് എനിക്ക് തന്നു വിട്ടുള്ളത് പേപ്പർ സോപ്പാണ് കേട്ടോ. ആൾ തന്നെ ഉണ്ടാക്കിയുള്ള പേപ്പർ സോപ്പാണ്. നല്ല മണമുണ്ട്. 2-3 ഇങ്ങനെ മിഠായി പോലെ വെച്ചോണ്ടേ എല്ലാം ചുക്കി ചുളിഞ്ഞു വരുന്നില്ല. ഇനി ഇത് കഴുകുമ്പോഴേ അറിയുള്ളൂ. പറഞ്ഞാൽ മതി ഭഗവാനെ, കുട്ടി എനിക്ക് വേണ്ടി ഉണ്ടാക്കി നിർത്തി. ഇനി ഇത്തിരി വെള്ളമാക്കിയിട്ടുള്ളൂ കേട്ടോ, കുഴപ്പമില്ല. നല്ല ഇതായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ഈ ഗിഫ്റ്റ് നമുക്ക് തന്ന ആൾ വേറെ ആരുമല്ല, എൻ്റെ കസിനാണെന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മുടെ ഫേവറേറ്റ്, എൻ്റെ ഏറ്റവും ബെസ്റ്റ് കസിനായ പാറുവാണ് ഗൈസ് എനിക്കിത് തന്നുള്ളത്. എനിക്ക് പ്രതീക്ഷിച്ചിട്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ വെറുതെ തമാശയ്ക്ക് പറയല്ലേ എന്ന് വിചാരിച്ചു. പക്ഷെ ഇത്ര അധികം ഗിഫ്റ്റ് ഉണ്ടാകുന്ന ഞാൻ ജീവിതത്തിലെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് പാറു. നമുക്ക് നാളെ വീഡിയോയിൽ കാണാം. ബൈ.